ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണല്ലേ നമ്മൾ ഫ്രീ ടൈമിലൊക്കെ പാർക്കിലോ ബീച്ചിലോ അല്ലെങ്കിൽ നേച്ചറിനോട് കുറച്ചും കൂടി അടുത്തൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു പാർക്ക് വിസിറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ഖത്തറിൽ നിന്ന് എടുത്തു പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ 9 to 5 ജോബ് ചെയ്യുന്ന എല്ലാവരുടെയും കേസിൽ ആകെ ഒരു ഫ്രൈഡേ മാത്രമാണ് ഹോളിഡേ ആയിട്ട് കിട്ടുക. ബാക്കി എൻ്റെ ഡേയ്സും നമ്മൾ ഓഫീസിലും അല്ലെങ്കിൽ നമ്മളുടെ ബെഡ് സ്പേസോ അല്ലെങ്കിൽ ഓൺ റൂമിലോ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എവിടെ നമുക്ക് ഫ്രഷ് എയർ കിട്ടും? ഇങ്ങനെ ഒരു പാർക്കിലെല്ലാം വന്നിരുന്ന ആ ഫ്രഷ് എയർ ഒക്കെ കിട്ടുമ്പോൾ തന്നെ മൈൻഡിന് നല്ലൊരു റിലീഫ് ആയിരിക്കും. റീസെന്റ് ആയിട്ട് കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈവനിങ് ടൈമാണ്. ഇവിടുത്തെ ഓരോ പൂക്കളും കായ്കളും പിന്നെ അതുപോലെ തന്നെ ബേർഡ്സിന്റെ സൗണ്ട് എല്ലാം കേട്ട് ഒരുപാട് നേരം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും. വെറുതെ പോയി ഇരിക്കാനും എനിക്ക് ഇഷ്ടമാണ്. സെയിം ടൈം ചില സമയങ്ങളിൽ ഞാൻ ഏതെങ്കിലും ബുക്സ് ഞാൻ കയ്യിൽ കരുതും. എന്നിട്ട് ഒരുപാട് നേരം പ്രകൃതിയെല്ലാം ആസ്വദിച്ച് അവസാനം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്ന് ബുക്ക് വായിക്കും. നമ്മുടെ റൂമിൽ ഈ 4 ചുവരിന്റെ അകത്തിരുന്ന് ബുക്ക് വായിക്കുന്നതും അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ എയറിൽ ഇരുന്ന് ബുക്ക് വായിക്കുന്നതും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞാൽ. ചില ദിവസങ്ങളിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബുക്കുകൾ കയ്യിൽ കരുതും. അല്ലാത്ത പക്ഷെ ഞാൻ കയ്യിൽ കരുതുന്നത് എൻ്റെ ക്രാഫ്റ്റിനുള്ള കാര്യങ്ങളായിരിക്കും. ബുക്ക് വായിക്കാനായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ ചൂസ് ചെയ്യും. അവിടെ ഞാനിരുന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതണം. മേ ബി ഒരു ബാഗ് നിറയെ സാധനമായിട്ടായിരിക്കും ഞാൻ പാർക്കിൽ. എന്നിരുന്നാൽ പോലും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. റൂമിലിരുന്ന് ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്കിനേക്കാളും ഈ പാർക്കിലും നേച്ചറിനോട് ഇണങ്ങിയിരുന്ന് ചെയ്യുമ്പോൾ നമ്മളുടെ ഓൺ ഐഡിയാസും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും ഒരുപാട് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തല്ലേ. സമയം പോയത് അറിഞ്ഞേയില്ല. സൺസെറ്റ് എല്ലാം കഴിഞ്ഞു, രാത്രിയാവാൻ തുടങ്ങി. തിരിച്ച് ഞാനിപ്പോൾ റൂമിൽ പോട്ടെ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.